എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ച് വിദ്യാർത്ഥികൾ അറിയേണ്ട എല്ലാവിധ ഡീറ്റെയിൽസും ഉൾപ്പെടുന്നതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്താണ്, എന്തിനാണ് അപേക്ഷിക്കുന്നത്, അതുപോലെ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിൽ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുമോ, ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഫീസ് അടക്കേണ്ടതായിട്ടുണ്ടോ, അതുപോലെ തന്നെ യൂണിഫോം ഓൾറെഡി വാങ്ങിച്ച വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ യൂണിഫോം എന്ത് ചെയ്യും എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സംശയങ്ങളും, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റുമോ, അതുപോലെ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ വയ്ക്കാൻ പറ്റുമോ എന്നിങ്ങനെ നിങ്ങൾക്ക് ഉള്ള എല്ലാവിധ സംശയങ്ങളും ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ കിട്ടിയ ഓപ്ഷൻ വേണ്ട എന്ന് വെക്കാനോ പറ്റുമോ, അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷനുകളാണ് ട്രാൻസ്ഫറിന് വെക്കാൻ സാധിക്കുക എന്നിങ്ങനെ നിങ്ങൾ ചോദിച്ച എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഈ ഒരു വീഡിയോയിൽ മാറ്റാനായിട്ട്, അതായത് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സംശയങ്ങളെല്ലാം മാറ്റാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ നിന്നും ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്ക് മാറുന്നതിനായിട്ടുള്ള ഒരു അവസരം മാത്രമാണ്. എന്നാൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് ഒരിക്കലും മാറുന്നതിനായിട്ട് ഈ ഒരു ട്രാൻസ്ഫർ വഴി സാധിക്കുന്നതല്ല. നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇനി ഉടൻ തന്നെ ഉണ്ടാവും, തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം ഉടൻ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി അപേക്ഷിച്ചാൽ മതി. കാരണം പല വിദ്യാർത്ഥികളും VHSയിൽ നിന്ന് VHSയിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ ഈ ഒരു VHSയിൽ നിന്ന് HSയിലേക്കും ട്രാൻസ്ഫർ ഉണ്ടാകുന്നതല്ല. നിങ്ങൾക്ക് VHSയിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ HSയിൽ അഡ്മിഷൻ നേടണമെങ്കിൽ ഈ ഒരു HSCAP വെബ്സൈറ്റ് വഴി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ നൽകുകയും പുതിയ ഓപ്ഷനുകൾ നൽകിയിട്ട് നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അങ്ങനെ മാറുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹയർ സെക്കൻഡറിയിൽ നിന്നും ഹയർ സെക്കൻഡറിയിലേക്ക് മാത്രമുള്ള ട്രാൻസ്ഫറാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലാതെ VHSയിലേക്കുള്ള ട്രാൻസ്ഫർ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എങ്ങനെ VHSയിൽ അഡ്മിഷൻ മാറണമെങ്കിൽ അങ്ങനെ സപ്ലിമെൻ്ററിക്ക് കൊടുക്കാമെന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ HSCയിലേക്ക് മാറണമെങ്കിൽ HSC സപ്ലിമെൻ്ററിക്ക് അപേക്ഷിക്കണമെന്നും പറഞ്ഞു. ഇനി നമുക്ക് മറ്റ് സംശയങ്ങളിലേക്ക് വരാം. എന്താണ് ഈ ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഒരു ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിക്ക് ഹയർ സെക്കൻഡറിയിലെ തന്നെ മറ്റൊരു ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് തന്നെ മറ്റൊരു കോഴ്സിലേക്കോ, അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ പഠിക്കുകയല്ല, നിങ്ങൾ നിലവിൽ അലോട്ട്മെൻറ്റ് നേടി തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾ എല്ലാവരും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കോ മറ്റൊരു കോഴ്സ് കോമ്പിനേഷനിലേക്കോ മാറാൻ ലഭിക്കുന്ന ഒരു അവസരമാണ് ഈ ഒരു സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് ഡിസ്ട്രിക്ട് അതുപോലെ തന്നെ സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ എന്താണെന്ന് പറയാം. ഡിസ്ട്രിക്ട് സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് രണ്ടാമത്തെ സെക്കൻഡ് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് അത് ജൂൺ 18-ാം തീയതിയുടെ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കും. ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നത് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. സാധാരണഗതിയിൽ 3 ട്രാൻസ്ഫറൊക്കെ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ വർഷം 2 ട്രാൻസ്ഫർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിന് മുൻവർഷം ഏകദേശം 3 ട്രാൻസ്ഫറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് ഓരോ വർഷം എത്ര ട്രാൻസ്ഫർ വേണം എന്നുള്ളത് ആ ഒരു സമയത്തെ ആ ഒരു ആവശ്യകത അനുസരിച്ചിട്ടായിരിക്കും ട്രാൻസ്ഫറുകളുടെ എണ്ണത്തിൽ തീരുമാനം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്താണ് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങൾ നിലവിൽ ഇപ്പോൾ A എന്ന സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ A എന്ന സ്കൂളിൽ തന്നെ A എന്ന സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്ക്, അതായത് ഇപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും ആ ഒരു സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ ഈ ഒരു ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു 3 തരത്തിലുള്ള ട്രാൻസ്ഫറുകൾ നിങ്ങൾക്ക്, അതായത് ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് മറ്റൊരു കോഴ്സിലേക്കോ മാറുന്നതിനായിട്ട് സാധിക്കും. ഈ ഒരു രീതിയിൽ 3 തരത്തിലുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് ആദ്യത്തെ സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫറിന് വെക്കാൻ പറ്റും. എന്നാൽ ഈ ഒരു തരത്തിലുള്ള, അതായത് ഈ ഒരു നിങ്ങൾ നിലവിൽ അലോട്ട്മെൻറ്റ് നേടിയ സ്കൂളിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്കുള്ള, അതായത് മറ്റൊരു സ്കൂളിലേക്ക് കൂടാതെ മറ്റൊരു ജില്ലയിലെ സ്കൂളിലേക്ക് കൂടി ഓപ്ഷൻ വെക്കാൻ സാധിക്കുന്ന ഒരു ട്രാൻസ്ഫറാണ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ. അതായത് ജില്ല മാറിയിട്ടുള്ള സ്കൂളിലേക്കും മറ്റൊരു ജില്ലയിലെ സ്കൂളിലേക്കും മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലേക്കും ഓപ്ഷൻ വെക്കാൻ സാധിക്കുന്ന ട്രാൻസ്ഫറാണ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ജില്ലയടക്കം മാറാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. അതുപോലെ അപേക്ഷിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ കിട്ടുമോ എന്നുള്ള കാര്യം കൂടി പറയാം. അപ്പോൾ അപേക്ഷിച്ച എല്ലാവർക്കും ട്രാൻസ്ഫർ കിട്ടുന്നതല്ല. നിങ്ങൾക്ക്
ട്രാൻസ്ഫർ കിട്ടുന്നത് എന്തൊക്കെ ആശ്രയിച്ചിട്ടാണെന്ന് ചോദിച്ചാൽ ഓരോ സ്കൂളിലെയും എത്ര വേക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സിൽ നിന്നും എത്ര വിദ്യാർത്ഥികൾക്ക് മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്കോ ട്രാൻസ്ഫർ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ഓപ്ഷൻ വെച്ച സ്കൂളിൽ നിന്നും ആ ഒരു കോഴ്സിൽ നിന്നും എത്ര വിദ്യാർത്ഥികളാണ് ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾ ഓപ്ഷൻ വെച്ച സ്കൂളിലേക്ക് ആ ഒരു കോഴ്സിലേക്ക് എത്ര വിദ്യാർത്ഥികളാണ് മറ്റൊരു സ്കൂളിൽ നിന്നും ആ ഒരു ഓപ്ഷനിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്, അങ്ങനെ ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെച്ചത് എത്ര വിദ്യാർത്ഥികളാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ WGPA എത്രയാണ് എന്നുള്ളതൊക്കെ ആശ്രയിച്ചിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫറിൽ അലോട്ട്മെൻറ്റ് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് മാറണം എന്നുള്ളതിന് നിർബന്ധമൊന്നുമല്ല. നിങ്ങൾക്ക് 2 ട്രാൻസ്ഫർ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില സമയങ്ങളിലൊക്കെ അധിക വിദ്യാർത്ഥികൾക്കും കോഴ്സ് മാറുന്നതിനായിട്ടുള്ള അവസരം കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് അപേക്ഷിച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടുമോ എന്ന് നോക്കിയാൽ മതിയാകും. ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് നിങ്ങളുടെ WGPA അനുസരിച്ചുകൊണ്ട്, അതായത് എത്ര വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്നു അതുപോലെ അതനുസരിച്ചുകൊണ്ട് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റാണ് തയ്യാറാക്കുക. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് മുഖാന്തരമാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അനുവദിക്കുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ പരിഗണിച്ച റാങ്ക് ലിസ്റ്റ് പിന്നീട് പരിഗണിക്കുന്നതല്ല. പിന്നീട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റാണ് തയ്യാറാക്കുക. ഇനി അടുത്തതായിട്ടുള്ളത്, അതുപോലെ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ നിങ്ങൾക്ക് സംസ്ഥാന തലത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. സ്കൂൾ അതുപോലെ കോഴ്സ് ട്രാൻസ്ഫർ ആണെങ്കിൽ ആ ഒരു ജില്ലയിൽ മാത്രം ഉള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്നത് എന്നുള്ളതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും. അത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അതായത് 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ നിങ്ങൾ അഡ്മിഷൻ നേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും രക്ഷിതാക്കൾക്കുമുള്ള പേടിയായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം പറയാം. ഞാനിപ്പോൾ A എന്ന സ്കൂളിൽ നിന്നും എനിക്ക് B എന്ന സ്കൂളിലേക്കോ അല്ലെങ്കിൽ A എന്ന സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ ഞാൻ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലേക്കോ ഒക്കെ ട്രാൻസ്ഫർ വെച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ ഞാൻ ട്രാൻസ്ഫർ വെച്ച സമയത്ത് എനിക്ക് എവിടെയും ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ എവിടെയും ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ, അതായത് എവിടെയാണോ ഞാൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ ഞാൻ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ സീറ്റ് എനിക്ക് അവിടെ തന്നെ നിലനിൽക്കുന്നതായിരിക്കും, അത് നഷ്ടപ്പെടുന്നത് ആയിരിക്കില്ല. ഇനി അതേസമയം ഞാൻ A എന്ന സ്കൂളിൽ നിന്ന് ഞാൻ ട്രാൻസ്ഫറിന് ഓപ്ഷൻ അടിച്ചു, എനിക്ക് അവിടെ ട്രാൻസ്ഫർ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയ സമയത്ത് എനിക്ക് ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് ഒരു വിദ്യാർത്ഥി ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആദ്യത്തെ സീറ്റ് പോവുള്ളൂ. അതേസമയം ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സീറ്റിൽ തന്നെ തുടരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചാൽ, നിങ്ങൾ അതായത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള ഓപ്ഷനുകൾ മാത്രമായിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഓപ്ഷൻസ് എപ്പോൾ ഏതൊക്കെ ഓപ്ഷനാണ് കൊടുക്കാൻ പറ്റുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിലേക്ക് ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടിയിരുന്നത് 2ാമത്തെ ഓപ്ഷനാണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ഇതിന് താഴെ 3ാമത്തെയോ 4ാമത്തെയോ 5ാമത്തെയോ ഓപ്ഷൻ എനിക്ക് ട്രാൻസ്ഫറിൽ വെക്കാൻ പറ്റുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഓപ്ഷൻ വേണമെങ്കിലും, അത് നിങ്ങളിപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റിന്, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിന് വെച്ച ഓപ്ഷൻ ആണെങ്കിലും ആ സമയത്ത് വെക്കാത്ത ഓപ്ഷൻ ആണെങ്കിലും നിങ്ങൾക്ക് വെക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓപ്ഷൻ വെക്കാമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളിലേക്ക്, താല്പര്യമുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. കാരണം ഒരു സ്കൂളിൽ നിന്നും പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്നത് വഴി അവർക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ അവിടെ വേക്കൻസി വരികയും നിങ്ങളെ അതിലേക്ക് പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് വേക്കൻസി ഇല്ലാത്ത സ്കൂളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാൻ പറ്റുമെന്ന് പറയുന്നത്. ഇനി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എത്ര ഓപ്ഷനാണ് ട്രാൻസ്ഫറിന് കൊടുക്കേണ്ടത് എന്നുള്ളത്. എത്ര ഓപ്ഷൻ എന്നുള്ളതില്ല, നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ മാത്രമേ കൊടുക്കാവൂ. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ ബയോളജി സയൻസാണ് പഠിക്കാൻ താല്പര്യമെന്ന് വിചാരിക്കാം. എനിക്കിപ്പോൾ A എന്ന സ്കൂളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. അതായത് A എന്ന സ്കൂളിൽ എനിക്ക് ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് A എന്ന സ്കൂളിൽ തന്നെ എനിക്ക് മറ്റൊരു കോഴ്സിലേക്ക്, അതായത് ബയോളജി സയൻസിലേക്ക് മാറണം എന്ന് വിചാരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു സ്കൂൾ കൂടി ഇഷ്ടമാണ്, അത് B എന്ന സ്കൂളിലേക്ക് കൂടി എനിക്ക് ഒരു ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ബയോളജി സയൻസിന് തന്നെയാണ് എനിക്ക് വേണ്ടത്, മറ്റു കോഴ്സുകളൊന്നും എനിക്ക് വേണ്ട എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് എനിക്കിവിടെ A എന്ന സ്കൂളിൽ എനിക്ക് ഹ്യൂമാനിറ്റീസ് ആണ് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് A എന്ന സ്കൂളിൽ ബയോളജി സയൻസ് വെക്കും, അതുപോലെ B എന്ന സ്കൂളിൽ ബയോളജി സയൻസ് വെക്കും, അല്ലാതെ മറ്റു കോഴ്സുകൾ കൊണ്ടുപോയിട്ട് വെക്കില്ല. ഇനി ചില വിദ്യാർത്ഥികൾക്കുണ്ടാകും ആദ്യം ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്, എനിക്കിപ്പോൾ കമ്പ്യൂട്ടർ സയൻസോ ബയോളജി സയൻസോ അല്ലെങ്കിൽ കൊമേഴ്സോ കിട്ടിയാൽ മതി എന്നുള്ള ഒരു ചിന്താഗതിയുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആദ്യം ബയോളജി സയൻസ് ഓപ്ഷനുകളായിട്ട് വെക്കുക, പിന്നീട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വെക്കാം, പിന്നീട് കൊമേഴ്സ് വേണമെങ്കിൽ അങ്ങനെ വെക്കാം. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്, അതായത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ട്രാൻസ്ഫർ കിട്ടേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കാവുന്നതാണ്.
ചിലപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് സെയിം സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് വേണ്ടി വരിക. ചില വിദ്യാർത്ഥികൾക്ക് മറ്റൊരു സ്കൂളിലേക്കായിരിക്കും വേണ്ടി വരിക. അതായത് കോഴ്സ് മാറാതെ മറ്റൊരു സ്കൂളിലേക്ക് മാറണം. ആദ്യം ഹ്യൂമാനിറ്റീസ് ആണ്, അടുത്ത സ്കൂളിൽ എനിക്ക് ഹ്യൂമാനിറ്റീസ് തന്നെ വേണമെന്നുള്ള രീതിയിൽ മാറേണ്ടതായിട്ട് പല വിദ്യാർത്ഥികളും ആഗ്രഹിക്കും. അതേസമയം ചില വിദ്യാർത്ഥികൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത് എനിക്ക് മറ്റൊരു കോഴ്സിലേക്കാണ് വേണ്ടത്. എനിക്ക് ആദ്യം ഹ്യൂമാനിറ്റീസ് ആണ്, എന്നാൽ എനിക്ക് അടുത്ത സ്കൂളിൽ ബയോളജി സയൻസോ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ കൊമേഴ്സോ ആണ് വേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിനുശേഷം വരുന്ന സെക്കൻഡ് ട്രാൻസ്ഫറാണ് ജില്ലാ ട്രാൻസ്ഫർ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലെ ഏതെങ്കിലും സ്കൂളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ വേണമെങ്കിൽ അങ്ങനെ സ്കൂൾ മാറാനോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ സ്കൂളിലേക്ക് കോഴ്സ് മാറാതെ സ്കൂൾ മാറാനോ അല്ലെങ്കിൽ കോഴ്സ് അടക്കം മാറുന്നതിനോ നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് താല്പര്യമുള്ള ട്രാൻസ്ഫർ എങ്ങനെയൊക്കെയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കേണ്ടത്. അല്ലാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇന്ന സ്കൂളിൽ ഓപ്ഷൻ വെക്കുന്നു, ഇന്ന കോഴ്സിന് വെക്കുന്നു എന്നുള്ളത് അനുസരിച്ചിട്ടല്ല. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ താല്പര്യമുള്ളത് അതനുസരിച്ചിട്ടാണ് നിങ്ങൾ ഓപ്ഷൻസ് വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓപ്ഷൻ വെക്കേണ്ടത് എന്ന് പറഞ്ഞു തന്നു. അതായത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഓപ്ഷൻ ആണെങ്കിൽ ഒരു ഓപ്ഷൻ വെക്കാം. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രം ഓപ്ഷൻസ് വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളിൽ ഏതൊക്കെ കോഴ്സുകൾക്കാണ് മാറേണ്ടത് എന്നുള്ള കാര്യം ആദ്യം തന്നെ തീരുമാനിക്കാം. കാരണം ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ അത് ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരു കാരണവശാലും എഡിറ്റ് ചെയ്യാനോ ട്രാൻസ്ഫർ കിട്ടിയാൽ അത് ഡിലീറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ ഒന്നും സാധിക്കുന്നതല്ല. നിങ്ങൾക്കൊരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ സെയിം സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയിട്ടുള്ള സീറ്റ് അവിടെ നഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ അതായത് ട്രാൻസ്ഫറിൽ കിട്ടിയ ആ ഒരു സീറ്റിലേക്കാണ് മാറേണ്ടതായിട്ട് വരിക. അതേസമയം നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ തന്നെ അവിടെ തുടരാനായിട്ട് സാധിക്കും. അവിടുത്തെ സീറ്റൊന്നും പോകുന്നതല്ല. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ഈ ഒരു അലോട്ട്മെന്റിന് ഓപ്ഷൻ നൽകിയ സമയത്ത് 5 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വിദ്യാർത്ഥിക്ക് ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിലാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് യാതൊരു കാരണവശാലും ഫസ്റ്റ് ട്രാൻസ്ഫറിന് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ ഒരു വിദ്യാർത്ഥി സാധാരണത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക എന്നാണ്. ചില വിദ്യാർത്ഥികൾ അറിയാതെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെയാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയതെങ്കിൽ ഫസ്റ്റ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിലോ തേർഡ് അലോട്ട്മെന്റിലോ ആണ് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ട്രാൻസ്ഫറിന് തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഏത് ട്രാൻസ്ഫറിന് വേണമെങ്കിലും അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഫസ്റ്റ് ട്രാൻസ്ഫറിൽ തന്നെ നിങ്ങൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക എന്ന് നോക്കാം. നിങ്ങൾക്ക് HSCAP വെബ്സൈറ്റ് മുഖേന നിങ്ങൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള ലിങ്കുകൾ വഴി അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റുക. ട്രാൻസ്ഫറിന് എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷിക്കേണ്ടതില്ല. നിങ്ങൾക്ക് സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജില്ല മാറണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ജില്ല മാത്രം മാറേണ്ട വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫറിനാണ് അപേക്ഷ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട അതുപോലെ തന്നെ മാനേജ്മെന്റ് കോട്ട എന്നിവയിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അതുവഴി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതല്ല. കാരണം കമ്മ്യൂണിറ്റി കോട്ടയിലും മാനേജ്മെന്റ് കോട്ടയിലും ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി കോട്ട അതുപോലെ മാനേജ്മെന്റ് കോട്ട അലോട്ട്മെന്റ് ലഭിച്ച അതായത് അതുവഴി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ആ ഒരു കോട്ടയിൽ സെയിം സ്കൂളിൽ തന്നെ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്ക് മാറാനായിട്ട് നിങ്ങൾക്ക് സ്കൂൾ പ്രിൻസിപ്പാളിനോട് വേക്കൻസി ഉണ്ടെങ്കിൽ അവിടേക്ക് മാറാനായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. നിങ്ങൾക്ക് അങ്ങനെ മാറുന്നതിനായിട്ടുള്ള അവസരം കിട്ടുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് അപേക്ഷിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് അപേക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് HSCAP വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്ക് വരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അവിടെ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ജില്ല കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പിന്നീട് നിങ്ങളോട് സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. അതോടുകൂടി നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പർ നൽകാനുള്ള ഭാഗമുണ്ടാകും. അവിടെ ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും അവിടെ വരും. അതുപോലെ തന്നെ അതിനുശേഷം പിന്നീട് നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൻ്റെ കോഡ് അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സ് കോമ്പിനേഷൻ ഏതാണെന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിനടിയിലായിട്ട് തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ഓപ്ഷൻ കൊടുക്കാനുള്ള ഭാഗമുണ്ടാകും. അവിടെ നിങ്ങൾ ആദ്യം സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കില്ല, സ്കൂളിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അടിയിലായിട്ട് ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് മാറേണ്ടത് അതനുസരിച്ച് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിന് നേരായിട്ട് എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് അത് സെറ്റ് ചെയ്യേണ്ടതുണ്ടാവും. അത് ഓട്ടോമാറ്റിക്കലി അവിടെ ലാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഓരോ ഓപ്ഷനും നേരെ അത് ആദ്യം സ്കൂൾ കോഡ് നൽകുക. അവിടുത്തെ ഏത് കോഴ്സിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എനിക്കിപ്പോൾ വേണ്ടത് AN സ്കൂളിൽ ബയോളജി സയൻസ് ആണ്. അതുപോലെ BN സ്കൂൾ ബയോളജി സയൻസ് കിട്ടിയാലും കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ആ ഒരു ഓപ്ഷൻസ് മാത്രമേ കൊടുക്കത്തുള്ളൂ. നിങ്ങൾക്ക് മറ്റേതെങ്കിലും കോഴ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാവുന്നതാണ്.
പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഫസ്റ്റ് അലോമിലോ സെക്കൻഡ് അലോമിലോ തേർഡ് അലോമിലോ ഓപ്ഷൻ വെച്ചതുപോലെയൊന്നും ഇതിന് വെക്കരുത്. നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണോ ട്രാൻസ്ഫർ വേണ്ടത് അതനുസരിച്ച് മാത്രമേ ഓപ്ഷൻസ് കൊടുക്കാവൂ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷൻ കൊടുത്തതിൻ്റെ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞിട്ട്, അതായത് ഓപ്ഷൻ 1, 2, 3 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ സ്കൂൾ ഓപ്ഷൻ, അതായത് സ്കൂൾ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ കോഴ്സ് കോമ്പിനേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന് നേരായിട്ട് ഒരു എഡിറ്റ് ബട്ടൺ, അതുപോലെ തന്നെ ഒരു ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ബേസ്റ്റ് വിൻ ബട്ടൺ എന്നിവ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത് എന്ന സ്കൂളിൽ ബയോളജി സയൻസ് ആണെങ്കിൽ ജസ്റ്റ് ബയോളജി സയൻസിൻ്റെ കോഡ് 1 ആണ്. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ 5 ആണ്. അതുപോലെ കൊമേഴ്സ് ആണെങ്കിൽ 39, 36 എന്നിവയൊക്കെയാണ്. അതുപോലെ ഹ്യൂമാനിറ്റീസ് ഒക്കെ ആണെങ്കിൽ 11 ഹ്യൂമാനിറ്റീസ് ആണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട കോഴ്സുകൾ കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കൊടുത്ത ശേഷം അത് ലിസ്റ്റഡ് ആയിട്ട് താഴെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അതൊന്നും മാറിപ്പോയിട്ടില്ല, നിങ്ങൾക്ക് വേണ്ട സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് തന്നെയാണ് കൊടുത്തത് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇങ്ങനെയെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഫൈനലായിട്ട് അവിടെ സേവ് ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ഇതുപോലെ ഒരു ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ടാവും. അതായത് നിങ്ങൾ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫർ കിട്ടിയ സ്കൂളിലേക്ക് മാറുമെന്ന് നിങ്ങൾക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകുന്ന ഒരു ഉറപ്പാണ് ഈ ഒരു ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുടെ പേരൻറ്റിൻ്റെ പേരാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേരൻറ്റിൻ്റെ പേര്. അപ്പോൾ എൻ്റെ മകന് ഇന്ന സ്കൂളിൽ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അവൻ നിർബന്ധമായിട്ടും മാറുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ കൺഫർമേഷൻ ഉണ്ടാവുക. അപ്പോൾ അവിടെ കൺഫർമേഷൻ കൊടുത്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് അടിയിലായിട്ട്, അതായത് കൺഫർമേഷനല്ല, ചെക്ക് ബോക്സ് ഉണ്ടാവും. അവിടെ ഡിക്ലറേഷൻ ആണ്. അപ്പോൾ അവിടെ ആ ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവസാനം ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴായിട്ട് നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്യുക, നിങ്ങൾ നൽകിയ ഓപ്ഷൻ തന്നെയാണോ വേണ്ടത്, ഇനി പുതുതായിട്ട് ഏതെങ്കിലും ഓപ്ഷൻ ട്രാൻസ്ഫറിനായിട്ട് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ നൽകിയത് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. കാരണം പിന്നീട് ഫൈനൽ കൺഫർമേഷൻ ചെയ്താൽ പിന്നീട് യാതൊരു കാരണവശാലും പിന്നീട് വീണ്ടും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ വീണ്ടും പുതുതായിട്ട് ഓപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഡിലീറ്റ് ചെയ്യാനും പറ്റത്തില്ല. ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യാതൊരുവിധ എഡിറ്റും ഇല്ല എന്നാണെങ്കിൽ കൺഫർമേഷൻ ചെയ്യുക. കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ്റെ ആ ഒരു ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സബ്മിറ്റ് ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ട്രാൻസ്ഫറിൻ്റെ ആ ഒരു റിസൾട്ട് വരിക. ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ കഴിഞ്ഞ് ഏകദേശം ഒരു 2ാമത്തെ ദിവസമാണ് ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, പാസ്വേഡ് നൽകുക, ജില്ല നൽകുക. അതിനുശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്നാണെങ്കിൽ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെന്ന് മനസ്സിലാക്കാം. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പച്ച കളറിലും ഇല്ലെങ്കിൽ ചുവപ്പ് കളറിലുമാണ് ഉണ്ടാവുക. അതിനുശേഷം നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ട്രാൻസ്ഫർ ഓപ്ഷനിലാണ് കിട്ടിയത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ, സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്നാണെങ്കിൽ നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് തുടരാൻ സാധിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് കൊടുത്തു, നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല. അപ്പോൾ നിലവിലെ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ അവിടെ ഉണ്ടാവും. അതേസമയം നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മറ്റൊരു കോഴ്സ് കോമ്പിനേഷനിലേക്കാണ് ട്രാൻസ്ഫർ വെച്ചതെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ ആ ഒരു സീറ്റ് പോകും. അതായത് ആദ്യം ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ആണ്, പിന്നീട് ഞാൻ ബയോളജി സയൻസിലേക്ക് വെച്ച് എനിക്ക് ബയോളജി സയൻസിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. അപ്പോൾ അങ്ങനെയെങ്കിൽ എൻ്റെ അഡ്മിഷൻ ആ ഒരു ബയോളജി സയൻസിലേക്കും ഉണ്ടാവുക. അതേസമയം ചില വിദ്യാർത്ഥികൾ മറ്റൊരു സ്കൂളിലേക്കായിരിക്കും ട്രാൻസ്ഫർ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആദ്യം ഹ്യൂമാനിറ്റീസ് ആണ്, പിന്നീട് എനിക്ക് ബയോളജി സയൻസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് അവിടെ അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് മറ്റൊരു സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ഇവിടുത്തെ അഡ്മിഷൻ ക്യാൻസൽ ആവും. അതിനുശേഷം ഞാൻ പുതുതായിട്ട് ട്രാൻസ്ഫർ കിട്ടിയ സ്കൂൾ എവിടെയാണോ അവിടേക്ക് എൻ്റെ ആ ഒരു ആദ്യം അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്ന സ്കൂളിൽ നിന്നും എൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്നിവയൊക്കെ, അതുപോലെ തന്നെ ഫീസ് എന്നിവയൊക്കെ തിരിച്ചു വാങ്ങി ഞാൻ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടും. അപ്പോൾ ഈ ഒരു സമയത്ത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, ട്രാൻസ്ഫർ എനിക്ക് കിട്ടി, എനിക്കെന്നാൽ ആ ഒരു സീറ്റ് വേണ്ട, അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്കുള്ള ആ ഒരു ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യം. പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് അതിന് അപ്ലൈ ചെയ്താൽ മതിയാകും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു, എന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലെ സീറ്റിൽ അവിടെ തുടരാവുന്നതാണ്. സീറ്റ് ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, അപ്പോൾ ഈ ഒരു ഫീസ് നിങ്ങൾ വീണ്ടും അടക്കണോ, അതുപോലെ യൂണിഫോം വീണ്ടും വാങ്ങിക്കണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിലവിലെ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് മറ്റൊരു കോഴ്സ് കോമ്പിനേഷനിലേക്കാണ് കിട്ടിയതെങ്കിൽ കോഴ്സ് കോമ്പിനേഷൻ്റെ ഭാഗമായിട്ട് എത്രയെങ്കിലും, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കോഴ്സ് കോമ്പിനേഷൻ്റെ ഭാഗമായിട്ട് ഫീസ് ആർക്കൊക്കെയാണ് വരിക എന്ന് ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഹ്യൂമാനിറ്റീസ്, അതുപോലെ തന്നെ കൊമേഴ്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ ബയോളജി സയൻസ്. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയത് ഈ ഒരു മുകളിൽ നിന്നും ഇപ്പോൾ ഈ ഒരു താഴേക്കുള്ള രീതിയിലാണ്. അതായത് ഹ്യൂമാനിറ്റീസിൽ നിന്ന് കൊമേഴ്സിലേക്കോ കമ്പ്യൂട്ടർ സയൻസിലേക്കോ ബയോളജി സയൻസിലേക്കോ, അതായത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടാണ് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ചെറിയൊരു ഫീസ് ഉണ്ടാവും.
അപ്പോൾ ഹ്യൂമാനിറ്റീസിൽ നിന്ന് ബയോളജി സയൻസിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു 400 രൂപയോളം എക്സ്ട്രാ ആയിട്ട് വരും, അതായത് എക്സ്ട്രാ ഫീസായിട്ട് വരും. അതേസമയം ഹ്യൂമാനിറ്റീസിൽ നിന്ന് കൊമേഴ്സിലാണെങ്കിൽ ചെറിയൊരു 100-105 രൂപയൊക്കെയാണ് ഫീസ് എക്സ്ട്രാ ആയിട്ട് വരിക. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 200-250 രൂപയൊക്കെ വരും. കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് ബയോളജി സയൻസിലേക്കാണെങ്കിൽ നിങ്ങൾക്കൊരു 100-120 അങ്ങനെയൊക്കെയാണ് എക്സ്ട്രാ ആയിട്ട് ഫീസ് വരിക. അപ്പോൾ അങ്ങനെയുള്ള എക്സ്ട്രാ ഫീസ് നിങ്ങൾ സ്കൂളിൽ നിന്നും അടച്ചാൽ മതി. കാരണം ആ ഒരു സമയത്തേക്ക് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ആ ഒരു എക്സ്ട്രാ വരുന്ന ഫീസ് നിങ്ങൾ അടച്ച് നിങ്ങളുടെ ആ ഒരു സീറ്റ് കൺഫേം ചെയ്താൽ മതി, അതായത് അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ നിലവിലെ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നുള്ള സീറ്റ് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതുതായിട്ട് കിട്ടിയ സ്കൂളിലേക്ക് നിങ്ങൾ അഡ്മിഷൻ മാറേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു നിലവിലെ സ്കൂളിൽ പോവുക. അപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് തിരിച്ചു തരും. അതുപോലെ തന്നെ നിങ്ങൾ അടച്ചിട്ടുള്ള PTA ഫണ്ട്, PTA ഡൊണേഷൻ എന്നിവ തിരിച്ചു തരും. എന്നാൽ അഡ്മിഷൻ ഫീസ് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതല്ല. അപ്പോൾ അഡ്മിഷൻ ഫീസ് തിരിച്ചു തരാത്തതുകൊണ്ട് തന്നെ അഡ്മിഷൻ ഫീസിൻ്റെ റെസിപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പുതുതായിട്ട് കിട്ടിയ സ്കൂളിൽ നിന്ന് തിരിച്ചു തന്ന നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ PTA ഫണ്ട്, PTA ഡൊണേഷൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു തരാതെ അഡ്മിഷൻ ഫീസിൻ്റെ റെസിപ്റ്റ്, ആ ഒരു റെസിപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ആ റെസിപ്റ്റും അടക്കം എടുത്തുകൊണ്ട് നിങ്ങൾ പുതുതായിട്ട് കിട്ടിയ സ്കൂളിൽ പോവുക. പുതുതായിട്ട് കിട്ടിയ സ്കൂളിൽ നിങ്ങൾ പോകുമ്പോൾ വീണ്ടും ഫീസ് അടക്കേണ്ടതില്ല. നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ ഫീസിൻ്റെ റെസിപ്റ്റ് കൂടി കൊടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ നേരത്തെ പറഞ്ഞതുപോലെ ഹ്യൂമാനിറ്റീസിൽ നിന്ന് കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി സയൻസ് ഈ ഒരു രീതിയിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കൂടിയ കോഴ്സിലേക്കാണ്, അതായത് ഒരു ഫീസ് കൂടിയതല്ല. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ, അതായത് ഹ്യൂമാനിറ്റീസിൽ നിന്ന് കൊമേഴ്സിലേക്കോ കമ്പ്യൂട്ടർ സയൻസിലേക്കോ ബയോളജി സയൻസിലേക്കോ, അല്ലെങ്കിൽ കൊമേഴ്സിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിലേക്കോ ബയോളജി സയൻസിലേക്കോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് ബയോളജി സയൻസിലേക്കോ ആണ് നിങ്ങൾക്ക് മാറ്റം കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീസ് വരും. എന്നാൽ ആദ്യത്തെ സെയിം കോഴ്സിൽ നിന്ന് മറ്റൊരു സ്കൂളിലെ സെയിം കോഴ്സിൽ തന്നെ ആണ് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ ഫീസൊന്നും വരത്തില്ല. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ ഫീസ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഫീസ് കൂടി അടച്ചുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു യൂണിഫോം വായിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എന്താണ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ നിന്ന് തന്നെ മറ്റൊരു കോഴ്സ് കോമ്പിനേഷനിലേക്കാണ് കിട്ടിയതെങ്കിൽ ആ ഒരു യൂണിഫോം പ്രത്യേകിച്ച് വേസ്റ്റ് ഒന്നും ആവില്ല. കാരണം നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ തന്നെയാണ് മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു യൂണിഫോം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ നിലവിലെ സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത്, നിങ്ങൾ യൂണിഫോം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ യൂണിഫോം നിങ്ങൾ തയ്ച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു യൂണിഫോം ആരെങ്കിലും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു യൂണിഫോം തിരിച്ചു തന്നാൽ പൈസ കിട്ടുമെന്നുള്ള കാര്യം, അത് തിരിച്ചു കിട്ടുമെന്നുള്ള കാര്യം സ്കൂളിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് സ്കൂളിൽ നിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ വേറെ ഏതെങ്കിലും സ്കൂളിൽ നിങ്ങളുടെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി വരുന്ന വിദ്യാർത്ഥികൾ യൂണിഫോം വാങ്ങിക്കാത്ത വിദ്യാർത്ഥികളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് ആ ഒരു യൂണിഫോം കൊടുത്ത് അങ്ങനെ ആ ഒരു പൈസ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ യൂണിഫോം തയ്ച്ചു പോയതാണെങ്കിൽ, അതായത് യൂണിഫോം ഡ്രസ്സാക്കിയിട്ട് നിങ്ങളുടെ അളവിൽ ആ ഒരു യൂണിഫോം തയ്ച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ തന്നെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കാരണം നിങ്ങളുടെ അളവിലുള്ളതായിരിക്കും ആ ഒരു യൂണിഫോം തയ്ച്ചിട്ടുണ്ടാവുക. അതേസമയം നിങ്ങൾ ഏതെങ്കിലും വിദ്യാർത്ഥികൾ അത് വാങ്ങിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് യൂണിഫോമിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടിയതെങ്കിൽ പ്രത്യേകിച്ച് യൂണിഫോം നിങ്ങൾക്ക് ആ ഒരു യൂണിഫോം തന്നെയാണ് വേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കേണ്ടതായിട്ട്, അത് കളയേണ്ടതായിട്ട് വരുന്നതല്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കും മുമ്പായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ വേണോ, അതുപോലെ ട്രാൻസ്ഫർ കിട്ടിയാൽ നിങ്ങൾക്ക് മാറാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകളിലേക്ക് തന്നെയാണോ ട്രാൻസ്ഫർ ഓപ്ഷൻ വെക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ട കോഴ്സുകളിലേക്ക് വേണമെങ്കിലും ഓപ്ഷൻ വെക്കാം. എന്നാൽ ട്രാൻസ്ഫർ കിട്ടിയാൽ നിങ്ങൾ നിർബന്ധമായിട്ട് മാറേണ്ടി വരുമെന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ നിങ്ങൾക്ക് തുടരാവുന്നതാണ്. കാരണം സീറ്റ് നഷ്ടപ്പെടുന്നതല്ല, ട്രാൻസ്ഫർ കിട്ടിയാൽ മാത്രമേ സീറ്റ് പോകത്തുള്ളൂ. ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സീറ്റ് അവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലാണ് ഈ ഒരു ഓപ്ഷൻ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫറിന് കൊടുക്കാം. സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫറിന് തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.